അങ്ങനെ ഈ എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു പള്ളിയിൽ അച്ഛനാണെങ്കിൽ മരിച്ചെടുക്കുമ്പോൾ ചീഫോയ ആണെങ്കിൽ ബുള്ളറ്റൊക്കെ നോക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരു പാടിട്ട് അവളിങ്ങനെ പറയുന്നുണ്ടാകും, അപ്പോൾ ഈ പുള്ളിക്കാരൻ യൂണിയത്തിലുള്ള ആളാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യൂറ ആണെങ്കിൽ മിൻസോടെ ടീച്ചറിൻ്റെ അടുത്ത് ഇങ്ങനെ ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ടാവും കേട്ടോ. അവൾ അങ്ങനെയൊന്നും ചെയ്യുന്ന ഞങ്ങൾ ഓർത്തില്ല, പക്ഷെ എന്നാലും ടീച്ചറിൻ്റെ മാക്സിമം തന്നെ നോക്കിയിരുന്നു, ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ ഗുഡ് ബൈ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു അമ്മ ഇങ്ങനെ ചോദിക്കും, നീ എന്തിൻ്റെ മിൻസോ ആ ചെറുക്കനെ കിസ് ചെയ്യാൻ വേണ്ടി പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും, അത് ശരിയാണ്, നിനക്ക് അച്ഛനെ മാത്രം കിസ് ചെയ്യാൻ പാടുള്ളൂ, മനസ്സിലായ, വേറെ ആരും നീ കിസ് ചെയ്യരുതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയും, പിന്നെ ഞാൻ എന്ത് ചെയ്യും, ബോസൊക്കെ എങ്ങാനും ആ പെണ്ണിനെ കിസ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ നെഞ്ച് തകർന്നു പോയനെ, അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടാകും, പക്ഷെ എന്നാലും അങ്ങനെ അല്ലല്ലോ മോനെ എന്നൊക്കെ പറയട്ടോ. അപ്പം മുത്തശ്ശൻ ഇങ്ങനെ പറയും, എന്തായാലും ആ ചെറുക്കൻ്റെ വീട്ടുകാരോടും നമ്മൾ ക്ഷമ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ആ ചെറുക്കൻ അങ്ങ് പോകുന്ന കാണും കേട്ടോ. അപ്പം തന്നെ ദോഹാനാണെങ്കിൽ വണ്ടി എടുത്തിട്ട് ആ കൊച്ചിനിങ്ങനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് നമ്മുടെ യൂർ ഇറങ്ങിയിട്ട് പറയും, മോനെ നിനക്ക് എന്നെ അറിയാം, ഞാൻ ദേ മിൻസോടെ അമ്മയാണ്, മോൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കണില്ല, നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലെന്നും പറഞ്ഞ് ആ കൊച്ചിനെടുത്തോണ്ട് അവരാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടാകും. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ അവിടെയാണെങ്കിൽ പിള്ളേരുണ്ടാവില്ല കേട്ടോ. അപ്പം അച്ഛനിങ്ങനെ ചോദിക്കും, പിള്ളേരൊക്കെ എന്തെന്ന് ചോദിക്കുമ്പോൾ തന്നെ പുറത്താണെങ്കിൽ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കണായിരിക്കും. എന്നിട്ട് ആ ബോസൊക്കെ പറയും, ഞാൻ എന്തായാലും എൻ്റെ അമ്മയുടെ അടുത്ത് പറയും, അമ്മ ഭയങ്കര ദേഷ്യക്കാരിയാണ്, അത് മാത്രമല്ല നീ എങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഫേസ് ചെയ്യും, നിൻ്റെ അടുത്ത് കൂട്ടുകൂടാൻ ആരും വരില്ല എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, അതൊന്നും എനിക്ക് സാരമില്ല എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് അവനിങ്ങനെ ചോദിക്കും, ഇതിന് മാത്രം നിനക്ക് എന്നിൽ ഇഷ്ടപ്പെടാൻ എന്താ ഉള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയും, പിന്നെ ഇത്രയ്ക്കും ഹാൻഡ്സം ആയിട്ടുള്ള ഒരാളെ എങ്ങനെ ഇഷ്ടപ്പെടാണ്ടിരിക്കണേന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയും, ഞാൻ എന്തായാലും എൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ക്ഷമ ചോദിക്കൂല, ഞാനത് ചെയ്തത് എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, നിനക്കെന്നെ തല്ലണമെങ്കിൽ തല്ലാന്നും പറഞ്ഞ് അവളിങ്ങനെ കണ്ണടച്ച് നിൽക്കുമ്പോൾ ഇവനാണെങ്കിൽ തല്ലാതെ അവളെ കിസ് ചെയ്യുന്നുണ്ടാട്ടോ. അപ്പോൾ അവൾ ചോദിക്കും, നിനക്കപ്പോൾ എന്നോട് ദേഷ്യമില്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് നിന്നോട് ദേഷ്യപ്പെടാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാന്നും പറഞ്ഞ് അവരങ്ങനെ സെറ്റ് ആവുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവരങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കരോക്കെ പാടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരിക്കും. അങ്ങനെ പാടാൻ വേണ്ടിയിട്ട് ആ ഒരു ജിഹാൻ പാടാൻ വേണ്ടി വരുമ്പോൾ തന്നെ അച്ഛൻ ഇങ്ങനെ പറയും, നിങ്ങളെന്തായാലും ഇവിടെ നിന്നോ, മിസ് പാർക്കിന് പാടില്ല എന്ന് പറഞ്ഞു, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് അച്ഛൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പോകണായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ജിഹാൻ അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം ജിഹാൻ ഇങ്ങനെ പറയുന്നുണ്ടാകുമ്പോൾ അച്ഛനൊന്നും എന്നെ വലിയ കാര്യമില്ല, വേറെ പെണ്ണുങ്ങളോട് അച്ഛന് താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ പാട്ട് പാടാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. എന്നിട്ട് പറയും, എന്തായാലും അമ്മ എന്നോട് അവസാനമായിട്ട് പറഞ്ഞതാണ് അച്ഛനിങ്ങനെ ആരടുത്തും കാണിക്കരുതെന്നുള്ള കാര്യം എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ പാട്ട് പാടുമ്പോൾ തന്നെ ആ പാട്ടാണെങ്കിൽ ദോഹാൻ കട്ട് ചെയ്യും കേട്ടോ. കട്ട് ചെയ്തിട്ട് പറയും, നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞത് ഇങ്ങനെയൊക്കെ, അമ്മ എപ്പോഴാണ് നിന്നോട് അവസാനമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, ശരിയാണ്, അമ്മ എന്നോട് അവസാനമായിട്ട് എനിക്കൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അച്ഛനെ കൊണ്ട് ആരോടും ഇങ്ങനെ പ്രേമിപ്പിക്കരുതെന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പുള്ളിക്കാരത്തിയില്ല യൂറയാണെങ്കിൽ പറയും, യൂറാനോടും അമ്മ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നിങ്ങനെ പറയും കേട്ടോ. അച്ഛൻ വേറെ റിലേഷനിൽ പോവരുന്നുള്ള കാര്യം ആ ഒരു സമയത്ത് ദോഹാൻ പറയും, ആരാ പറഞ്ഞത്, അമ്മ എന്നോട് പറഞ്ഞാണല്ലോ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം, അച്ഛൻ വേറെ കല്യാണം കഴിക്കണം എന്നാണ് അമ്മയുടെ ആഗ്രഹം എന്നാണല്ലോ എന്നോട് പറഞ്ഞേക്കുന്നതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മിൻസോയും പറയും, എന്നോടും ആ ഒരു മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പം മിൻസോ ഇങ്ങനെ പറയുന്നുണ്ടാകും, മുത്തശ്ശിനെ വേറെ കല്യാണം കഴിപ്പിക്കണം എന്നാണ് എന്നോടും പറഞ്ഞേക്കണെന്നൊക്കെ പറയുമ്പോൾ അവിടെ വലിയൊരു ഇടിയാകും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ കല്യാണം കഴിക്കേണ്ടെന്ന് മറ്റേ ജിഹാനും പറയും, കല്യാണം കഴിക്കണം എന്ന് ദോഹാനും പറയും. അങ്ങനെ ചെറിയൊരു വാക്കുതർക്കൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അച്ഛനാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ കിട്ടിക്കണായിരിക്കും. എന്നിട്ട് അവർ മിസ് പാർക്കിനെ വിളിച്ചിട്ട് പറയും, എടി നിന്റെ വീട്ടിൽ ആരും ഇല്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു പുള്ളിക്കാച്ചി പറയുന്നുണ്ടാകും, എൻ്റെ മക്കളൊക്കെ ജഡ്ജു ഐലൻഡിലോട്ട് പോയെന്ന് പറയുമ്പോൾ അവനിങ്ങനെ പറയും, ആ ഓക്കെ ഞാനന്ന് ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞ് അച്ഛനാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാനാണെങ്കിൽ അങ്ങനെ വീട്ടിലേക്ക് വന്ന് അവർ വെള്ളമൊക്കെ കുടിച്ചിട്ട് കൊച്ചിങ്ങനെ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ കൊച്ചിങ്ങനെ പറയുന്നുണ്ടാകും, അച്ഛ എന്നെ വന്ന് ശല്യം ചെയ്യരുത്, എനിക്ക് ബൊസ്സൊക്കെ വിളിക്കാനുള്ളതാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം അച്ഛൻ പറയും, ആ ഓക്കെ മോളെ, നീ എന്നെ വന്ന് ശല്യം ചെയ്യരുതെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ കൂട്ടുകാരെ വിളിക്കട്ടോ. ജർമ്മനിയിലത്തെ കൂട്ടുകാരനൊക്കെ വിളിക്കുമ്പോൾ അവനിങ്ങനെ പറയും, ആ ഞാൻ നിന്നെ വിളിക്കാൻ വിട്ടുപോയടാ, നമുക്ക് എന്തായാലും ഒരു ദിവസം കാണണം, നീ വീട്ടിലേക്ക് വാ, ഞാൻ എൻ്റെ വൈഫിനെയും കൊച്ചിനെയൊക്കെ പരിചയപ്പെടുത്തി തരാമെന്നൊക്കെ പറയുമ്പോൾ അവൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നത് അവൻ്റെ ഒരു തോക്കാണ് കേട്ടോ. എന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ യൂറെടുത്ത് വന്നിട്ട് പറയും, മോളെന്തായാലും ഒറ്റക്കാണ് കിടക്കുന്നത്, നമുക്ക് ഇവിടെ കിടക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കല്ല. മിൻസ് വന്നിട്ട് പറയും, അച്ഛ ഞാൻ ഈ ബോൾ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ഇല്ല മോളെ, ഞാനിത് കഷ്ടപ്പെട്ട് ഒപ്പം മേടിച്ചൊരു ബോളാണ്, മോളിത് കൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ബോസക്കിന്. അപ്പം തന്നെ അവളുടെ അടുത്ത് പറയും, ഞാനെന്നാൽ ഈ ഒരു വാച്ച് ബോസക്കിന് കൊടുത്തോട്ടെ എന്ന് അമ്മയെടുത്ത് ചോദിക്കും. അമ്മ പറയും, ഇല്ല, എനിക്ക് മാരേജിന് ഗിഫ്റ്റ് കിട്ടിയ സാധനമാണ്, ഇതൊന്നും ഞാൻ തരൂല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ആ കൊച്ചിൻ്റെ കൂടെ കിടക്കുന്നുണ്ടാകും. അപ്പോൾ കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നീ ഇതൊന്നും എടുത്ത് കൊടുക്കരുത്, നീ വലിയ ആളായിട്ട് നീ പൈസയൊക്കെ അധ്വാനിച്ചിട്ട് വേണം ബോസക്കിന് കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, അച്ഛനല്ലേ പറഞ്ഞത് ഈ വീട്ടിലുള്ള എല്ലാം എനിക്കുള്ളതാണെന്നുള്ള കാര്യം എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയും, ആ എന്തിലാവട്ടെ മോള് കണ്ണടിച്ച് കിടന്ന് ഉറങ്ങാനൊക്കെ പറയും കേട്ടോ. എന്നിട്ട് അച്ഛനിങ്ങനെ ചോദിക്കുന്നുണ്ടാകും,
നിന്റെ അടുത്ത് മുത്തശ്ശി എന്താ അവസാനമായിട്ട് പറഞ്ഞേക്കണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ കൊച്ചിങ്ങനെ പറയുന്നുണ്ടാകും മുത്തശ്ശന് വേറൊരു കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ ഉള്ളൊരു കാര്യമാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവനക്ക് ഇത്തിരി സമാധാനമാവുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ചീഫോയ് ആണെങ്കിൽ അവളുടെ ആ ഒരു സീനിയറിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പള്ളിയിൽ അച്ഛനെ മരിച്ചു, വേറെ ആരുമല്ല ഡൊമിനിക്കാണ് ഇതിൻ്റെ പുറകിലെന്നാണ് ഞങ്ങളുടെ സംശയം, എന്തായാലും മാക്സിമം ഡൊമിനിക്കിനെ പിടിക്കാൻ നോക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അത് മാത്രമല്ല ഈ യൂണിയത്തിലെ ഒട്ടുമിക്ക ആൾക്കാരെ പഴയ സീനിയേഴ്സിനൊക്കെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കണേന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടാകും എന്തായാലും അതാരെ കൊന്നെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുമ്പോൾ അവൾ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യൂറോ ഇങ്ങനെ ആലോചിക്കും, എന്നാലും അമ്മ എന്താ പലരിടത്തും പലതാണല്ലോ പറഞ്ഞേക്കുന്നത്, ശരിക്കും എന്താ അമ്മയുടെ ഉള്ളിൽ എന്താന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ അവിടെയാണെങ്കിൽ അച്ഛനുണ്ടാവും കേട്ടോ. അപ്പം തന്നെ ജിഹാനാണെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് പറയും അച്ഛ നമുക്ക് അമ്മയുടെ ആ ഒരു കല്ലറയിൽ പോയാലോ എന്നും പറഞ്ഞ് അവരങ്ങനെ പോകുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ആ ഒരു ദോഹാനാണെങ്കിൽ വർക്കിന് വേണ്ടിയിട്ട് ഒരാളിങ്ങനെ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇയാളും ഡൊമിനിക്കും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇയാളെ ഫോളോ ചെയ്താലാണ് ഡൊമിനിക്കിനെ കിട്ടുള്ളൂ. അപ്പോൾ ഇവരാണെങ്കിൽ അയാളെ ഫോളോ ചെയ്യണമായിരിക്കും കേട്ടോ. അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ ദോഹാൻ അച്ഛനെ വിളിക്കുമ്പോൾ ജിഹാനാണെങ്കിൽ ആ ഒരു കോൾ എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും ഞങ്ങൾ അമ്മയുടെ ശവക്കലറയിലാന്നിങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ തന്നെ അവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് യൂറയാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയും ശരിക്കും ഞാൻ ഇത്ര നാളും അമ്മയുടെ ആ ഒരു ഇത് അനുസരിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആ ഒരു ഗേൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള മിസ് ബേക്കും അതേപോലെ തന്നെ മിസ് ഗൂയൊക്കെ ഞാൻ കാരണമല്ലേ ബ്രേക്കപ്പ് ആയത്, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ പുറകെ വരുന്നില്ല, അച്ഛൻ എന്താണോ ഇഷ്ടം അതേപോലെ നിന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും അതൊന്നും സാരമില്ല മോളെ, നീ കാരണമൊന്നുമല്ല ബ്രേക്കപ്പ് ആയത്, എനിക്ക് അവർ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല, അങ്ങനെ ബ്രേക്കപ്പ് ആയതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയും ഇനി എന്തായാലും ഞാൻ അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കണുള്ളൂ, അച്ഛൻ എന്ത് വേണേലും ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ദോഹാൻ ഇങ്ങനെ ആ ഒരു പുള്ളീനെ ഇങ്ങനെ ഫോളോ ചെയ്യണമായിരിക്കും കേട്ടോ. ഫോളോ ചെയ്തിട്ട് അവൻ്റെ കൊളീഗിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും ഇന്ന ഡിറക്ഷനിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് അവൻ ആ കൊളീഗിൻ്റെ അടുത്ത് പറയും എടാ ഞാനൊരു സ്മോക്ക് ബ്രേക്ക് എടുക്കണേന്നും പറഞ്ഞ് അവനാണെങ്കിൽ ആ ഒരു യൂറനെ വിളിച്ചിട്ട് അച്ഛൻ്റെ കൊടുക്കാൻ പറയും കേട്ടോ. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും അച്ഛ എന്താണെങ്കിലും അച്ഛൻ്റെ ഇഷ്ടപ്രകാരം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തായാലും അച്ഛന് വേറെ കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിച്ചോ, ഞാൻ എത്ര പൈസ വേണമെങ്കിലും അച്ഛന് തരാം, അച്ഛൻ്റെ സന്തോഷമാണ് വലുതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ കല്യാണം കഴിക്കാണ്ടൊന്നും നിൽക്കണ്ട, അച്ഛൻ്റെ ആ ഒരു ഇഷ്ടങ്ങളൊന്നും മാറ്റി വെക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ അച്ഛനിങ്ങനെ പറയും പിന്നെന്താ നീ പറഞ്ഞാൽ ഞാനത് കേൾക്കും, എൻ്റെ മൂത്ത മോൻ പറഞ്ഞാൽ ഞാൻ കേൾക്കുള്ളൂ, നീ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞ് ആ ഒരു അച്ഛനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഇവരങ്ങനെ ആ ഒരു കഫേയിൽ നിൽക്കുമ്പോൾ ഈ ഒരു ചേട്ടനും അനിയനും തമ്മിൽ ചെറിയൊരു ഉടക്കുണ്ടാകും. മറ്റവൻ പറയും അച്ഛനിങ്ങനെ കല്യാണം കഴിപ്പിക്കാൻ പാടില്ല എന്ന് പറയും, മറ്റവൻ പറയും നമ്മുടെ ദോഹാൻ പറയും അച്ഛൻ കല്യാണം കഴിക്കട്ടെ എന്നും പറഞ്ഞ് അവരങ്ങനെ ഉടക്കുണ്ടാക്കുമ്പോൾ തന്നെ ഈ ഒരു മീറിമാണെങ്കിൽ ആ ഒരു അച്ഛനെ വിളിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അച്ഛൻ ആ ഒരു മിസ് പാർക്കിൻ്റെ കൂടെ ഇങ്ങനെ ആ ഒരു ഇവിടെ നിൽക്കണമായിരിക്കും ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ കോള് വരുമ്പോൾ ഈ പുള്ളിയാണെങ്കിൽ ഇങ്ങനെ അപ്പം കട്ട് ചെയ്യും. ലാസ്റ്റ് മീറിമ വിളിക്കുമ്പോൾ എന്താന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ മീറിമ പറയും അച്ഛൻ അവിടെ വലിയ പ്രശ്നമാണ്, അച്ഛൻ്റെ പേരും പറഞ്ഞ് രണ്ടുപേരും നല്ല ഇടിയാന്ന് പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും അടുത്ത ദിവസം നമുക്കൊരു ഫാമിലി മീറ്റ് വെക്കാമെന്ന് പറ എന്നിങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദോഹാനാണെങ്കിൽ മറ്റേ ആളെ ഇങ്ങനെ ഫോളോ ചെയ്തിരിക്കണായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ അവിടുത്തെ കറണ്ടൊക്കെ പോകുമ്പോൾ അവനാണെങ്കിൽ അവൻ്റെ കൊളീഗിൻ്റെ അടുത്ത് പറയും മേഡം നീ പെട്ടെന്ന് കയറി നിന്ന് നോക്ക് കറണ്ടൊക്കെ പോയേക്കണേ എന്നൊക്കെ പറഞ്ഞ് ആ കൂട്ടുകാരാണെങ്കിൽ ആ ഒരു വീട്ടിൽ കയറി നോക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷെ അവിടെ എങ്ങും ഒരു അനക്കവും കാണാത്തതുകൊണ്ട് തന്നെ ദോഹാനും ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു പുള്ളിയുടെ ബിൽഡിങ്ങിൽ കയറി നോക്കുമ്പോൾ എന്താ അവിടെ ആരൊക്കെയോ ഇടിച്ചിട്ടിട്ടുണ്ടാകും. അങ്ങനെ ഇവൻ കയറി നോക്കുമ്പോൾ അയാളെ കൊന്നിട്ടുണ്ടാകും കേട്ടോ, ആരോ ഷൂട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ടാകും. അങ്ങനെ ഇവൻ ചെന്ന് നോക്കുമ്പോൾ എന്താ ഇവൻ്റെ കൊളീഗിനും ഇങ്ങനെ പരിക്കേറ്റ് കിടക്കണായിരിക്കും കേട്ടോ. അപ്പോൾ കൊളീഗ് ഇങ്ങനെ പറയും ആ വഴിക്കാണ് കില്ലർ പോയെന്ന് പറയുമ്പോൾ ഇവൻ അതിൻ്റെ പുറകെ പോയിട്ട് നോക്കുമ്പോൾ എന്താ അവിടെ എങ്ങും കാണില്ല. അപ്പോൾ ഇവൻ്റെ ആ ഒരു കൂട്ടുകാരൻ അവൻ്റെ പേരാണ് തോമസ് വുൾഫ് കേട്ടോ. അപ്പോൾ വുൾഫ് അങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഇവനിക്കാണെങ്കിൽ അവനങ്ങ് മിസ് ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ചീഫോയ് ആണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കണായിരിക്കും കേട്ടോ. ആ ഒരു കൊളീഗിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ക്യാമറയിലത്തെ വീഡിയോ കാണും. അതിനകത്ത് ആ ഒരു വുൾഫിൻ്റെ ചെറിയൊരു ഫോട്ടോ പോലെ കാണുന്നുണ്ടാകും, പക്ഷെ അത് ക്ലിയർ അല്ലായിരിക്കും. അത് അവൾ പെട്ടെന്ന് തന്നെ IT ടീമിലേക്ക് അയച്ചിട്ട് ആ ഒരു ഫേസ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടാകും. എന്നിട്ട് ആ ഒരു സമയത്ത് നമ്മുടെ ദോഹാൻ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും നിങ്ങൾ ഞങ്ങളെ അവർ ജസ്റ്റ് ഫോളോ ചെയ്യാനല്ലേ പറഞ്ഞോളൂ, ഇത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം ഞങ്ങളുടെ എന്താ മുൻകൂട്ടി പറയാണ്ടിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അവൻ്റെ ആ ഒരു ജീവൻ പോകേണ്ടതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും അവൻ്റെ ജീവൻ പോയില്ലല്ലോ, അവനിപ്പോൾ ഹോസ്പിറ്റലിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു കൊളീഗ് അങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ കൂട്ടുകാരനായിട്ടുള്ള ദോഹാൻ ഇങ്ങനെ പറയുന്നുണ്ടാകും നീ എന്നാലും എന്ത് പരിപാടിയാണ് കാണിച്ചത്, നീ എന്താ പൊട്ടനാണ്, ആ ഒരു ബുള്ളറ്റ് എങ്ങാനും കുറച്ചുകൂടി മേളിലോട്ടാണ് കയറിയതെന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ ജീവനോട് ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറയും എടാ നീ എന്നാലും എന്നെ കാണാൻ വരൂല എടാ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും പിന്നെ ഞാനൊന്നും വരില്ല നിന്നെ കാണാമെന്നും പറഞ്ഞ് അപ്പം തന്നെ ദോഹാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ദോഹാനാണെങ്കിൽ അച്ഛൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടാകും. അങ്ങനെ അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അവർ രണ്ടുപേരും അവരുടേതായ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ജിഹാൻ പറയും
പറയും അമ്മ എന്നോട് പറഞ്ഞേക്കുന്നത് അച്ഛന് വേറെ റിലേഷൻ ഒന്നും വരുത്തരുതെന്നാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവനും പറയും അച്ഛന് വേറെ റിലേഷൻ വരുത്തണം എന്നാണ് എന്നോട് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ തല്ലുപിടിക്കുമ്പോൾ അച്ഛനിങ്ങനെ രണ്ടുപേരും തലക്കിട്ട് അടിച്ചിട്ട് പറയും എന്നോട് അവൾ അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു അമ്മയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ നമ്മുടെ മക്കളുടെ അടുത്ത് നല്ല രീതിക്ക് നിൽക്കണം, അവർ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങനെ തല്ലുവിടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ജീഹാനാണെങ്കിൽ ദോഹാനത്ത് പറയും ദോഹാൻ ചേട്ടാ എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഈ ഒരു ജീഹാനാണെങ്കിൽ അമ്മ ഓരോന്നും പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതി വെക്കണമായിരിക്കും, എന്നാലും അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദോഹാൻ്റെ അടുത്ത് ചോദിക്കും, ദോഹാൻ്റെ അടുത്ത് എപ്പോഴാണ് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നും ഏത് സമയത്താണെന്നൊന്ന് പറയാൻ പറയുമ്പോൾ അവൻ പറയും എനിക്കറിയില്ല എന്നൊരു കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയും ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്, അപ്പം എല്ലാം വരും എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും അമ്മയുടെ അവസാനത്തെ ആഗ്രഹം എന്നും പറഞ്ഞ് അവനാണെങ്കിൽ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മുടെ മിൻസോയും ആ ഒരു യൂറയും പറയും ഞങ്ങളെന്നാൽ പോവാന്നും പറഞ്ഞ് അവരും ഇറങ്ങിയിട്ട് നമ്മുടെ ദോഹാൻ്റെ അടുത്ത് ചെല്ലും കേട്ടോ. അപ്പോൾ ഇവരെ കാണുമ്പോൾ ദോഹാൻ ഇത്തിരി മൂഡ് ഓൺ ആകും, എന്നിട്ട് അവരങ്ങനെ വീട്ടിലേക്ക് പോകുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ചീഫോയ ആണെങ്കിൽ അവൻ്റെ ആ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയും നീ അയാളുടെ ഫേസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും ഞാൻ ഫേസ് ഒന്നും കണ്ടില്ല, നീ എന്താ എന്നെ കാണാൻ വരാത്തെന്നൊക്കെ ചോദിക്കുമ്പോൾ ചീഫോ പറയും ഞാൻ ഡോക്ടറെ അടുത്ത് എന്നും വിളിച്ച് അന്വേഷിക്കേണ്ട, ഞാൻ അങ്ങോട്ട് വന്നെ എന്തിനാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അവൻ പറയും എൻ്റെ മൂഡ് പോയി ശരിയാണെന്നും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു വുൾഫില്ലേ തോമസ് വുൾഫ് ആണെങ്കിൽ നമ്മുടെ ആ ഒരു ഹീറോയുടെ വീട്ടിലേക്ക് പോയിട്ട് അവരങ്ങനെ ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാകും. അപ്പോൾ അവളിങ്ങനെ ചോദിക്കും നിങ്ങൾ എത്ര നാളായി കണ്ടിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും 5-6 വർഷങ്ങളാണ് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് അവരുടെ ആ ഒരു കഥകളൊക്കെ പറയുന്നുണ്ടാകും, ഇങ്ങനെ ഫിലിപ്പീനിൽ വെച്ച് ഇവൻ്റെ കാലൊടിഞ്ഞപ്പോൾ ഞാനാണ് ഇവനെ എടുത്തുകൊണ്ട് ഓടിയത്, ഇവനിക്ക് അന്ന് 80 കിലോ ഉണ്ടായിരുന്നു, ഞാനന്ന് എൻ്റെ നടു അങ്ങ് ഒടിഞ്ഞു പോയെന്നൊക്കെ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനിക്ക് വൈൻ ഒഴിച്ച് കൊടുക്കുമ്പോൾ എന്താ അവൻ്റെ മേത്തേക്ക് വീഴും. അപ്പോൾ അവൻ പറയും ഞാൻ വേറെ ഡ്രസ്സ് തരാമെന്നും പറഞ്ഞ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ കാണിക്കുന്നതാണെങ്കിൽ ചീഫൊക്കെ ആണെങ്കിൽ ആ ഒരു കില്ലറിൻ്റെ ഫോട്ടോ ആണെങ്കിൽ ഐറ്റിക്കാർ അയച്ചു കൊടുക്കുന്നുണ്ടാകും. എന്നിട്ട് ഇവനാണെങ്കിൽ ഡ്രസ്സ് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചീഫോ ആണെങ്കിൽ ഇവനെ വിളിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ വിളിക്കുമ്പോൾ തന്നെ ഈ ഒരു വുൾഫ് പറയും നിന്നെ ചീഫോ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവനിങ്ങനെ വിളിച്ചിട്ട് ചോദിക്കും എന്തിനാ എന്നെ വിളിച്ചത്, എന്താ രാത്രി വിളിക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ ചീഫോ പറയും നിന്നെ കൂട്ടാനെ കൊന്നവൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് അവനിക്ക് അയച്ചു കൊടുക്കുമ്പോൾ എന്താ അത് ഇവൻ്റെ ആ ഒരു വുൾഫ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവൻ വല്ലാതെ അങ്ങ് ഷോക്കായി പോകുന്നുണ്ടാകും. അങ്ങനെ വുൾഫിനൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഇവനാണെങ്കിൽ ആകെ ഒരു ടെൻഷനിലാണ്. അങ്ങനെ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവന് വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ എന്താ അച്ഛനും എല്ലാവരും അങ്ങടേക്ക് വരും കേട്ടോ. അപ്പോൾ ജീഹാൻ ഇങ്ങനെ പറയും അമ്മയുടെ അവസാനത്തെ ആഗ്രഹം ഇതിലുണ്ടെന്നും പറഞ്ഞ് അവൻ്റെ കയ്യിൽ ആ ഒരു ക്യാമറ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് എല്ലാവരും ആണെങ്കിൽ ആ ഒരു തബക്കി ഉണ്ടാക്കിയിട്ട് ആ ഒരു പഴയ ഒരു റെക്കോർഡ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ യൂറ ഇങ്ങനെ പറയും അച്ഛൻ മിനിസോനെ നോക്കും ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവളാണെങ്കിൽ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടാകും. അപ്പോൾ നമ്മുടെ ദോഹാനാണെങ്കിൽ വണ്ടി സൈഡാക്കിയിട്ട് ആ ഒരു വീഡിയോ ഓൺ ആക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഓൺ ആക്കുമ്പോൾ ഇവൻ്റെയും അമ്മയുടെയും ഒരു വീഡിയോ ആയിരിക്കും. അങ്ങനെ ഇവൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടാകും നീ എന്തായാലും അച്ഛനെ നല്ല ഹോസ്പിറ്റലിലൊക്കെ കാണിക്കുന്നത്, പിന്നെ നിൻ്റെ അനിയന് ഇപ്പോൾ പണിയില്ലാത്തതല്ല അതുകൊണ്ട് തന്നെ നീ നിൻ്റെ അനിയനെ നന്നായിട്ട് നോക്കുന്നുണ്ട്, അത് മാത്രമല്ല ഇങ്ങനെ വാഷിംഗ് മെഷീനിലൊക്കെ ഇങ്ങോട്ടൊക്കെ അയച്ചു തന്നില്ലേ മേടിച്ച് തന്നില്ലേ മോൻ നല്ല മോനാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ അമ്മയുടെ ആ ഒരു മടിയിൽ കിടക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടാകും നീ ഞാൻ മരിച്ച ശേഷം നിൻ്റെ അച്ഛനെ നന്നായിട്ട് നോക്കണം, അത് മാത്രമല്ല അച്ഛനൊരു കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം, എത്ര നാളെ അങ്ങനെ ഒറ്റക്ക് കഴിയണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരങ്ങ് ഉറങ്ങിപ്പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഉറങ്ങിപ്പോകുമ്പോൾ അമ്മ ഇങ്ങനെ ചോദിക്കും നീ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മിനിച്ച് പറയും മുത്തശ്ശി പറയണൊക്കെ ഞാൻ കേട്ടു, ഞാനതെല്ലാം ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയും എൻ്റെ മോളും മിടിക്കണം, നീ അച്ഛനേലും മിടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവനിക്കാണെങ്കിൽ ഈ ഒരു അമ്മയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സങ്കടമാകും. എന്നിട്ട് ചീഫൊക്കെ ആണെങ്കിൽ ആ ഒരു വുൾഫിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. എന്നിട്ട് ആ ഒരു വുൾഫാണെങ്കിൽ ആ ഒരു ചെയറിലിരിക്കുമ്പോൾ തന്നെ ദോഹാൻ വിളിക്കുമ്പോൾ ആ ദോഹാനെ പറയാന്നും പറഞ്ഞ് ഫോൺ എടുക്കുകയല്ല, ആരോ അവനെ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അത് വേറെ ആരും അല്ല നമ്മുടെ യൂറ ആയിരിക്കും. യൂറ എന്തിനായിരിക്കും ഷൂട്ട് ചെയ്തേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.